നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ പ്രതിപക്ഷം അഥവാ ഇന്ത്യ മുന്നണി വളരെ വൈകാതെ തന്നെ അധികാരത്തിലേക്ക് എത്തും. അതിന് 5 കൊല്ലത്തെ കാത്തിരിപ്പൊന്നും വേണ്ട. ഈ സർക്കാർ കൃത്യമായും കാലാവധി തികക്കില്ല എന്ന് അടിവരയിട്ട് പറയാവുന്ന ചരിത്ര നിമിഷത്തിലേക്കാണ് പാർലമെൻറ്റ് നീങ്ങുന്നത്. BJP-യിൽ തന്നെ ഒരു പിളർപ്പുണ്ടാകും. അത് വളരെ വൈകാതെ തന്നെ സംഭവിക്കും എന്ന് കോൺഗ്രസ് അതുകൊണ്ടാണ് കൃത്യമായി തന്നെ പ്രവചിക്കുന്നത്. ഇന്ത്യ മുന്നണിയെ കളിയാക്കാനും പരിഹസിക്കാനും നടന്നവരുടെ എണ്ണത്തിൽ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ കളിയാക്കി നടന്ന പലതും തോറ്റു തുന്നം പാടി. അന്നാമലൈ എന്ന ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തി അദ്ദേഹം ഇപ്പോൾ തന്നെ വിസ്മയം കാണിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു കൊണ്ടുവന്നു. തമിഴ്നാട്ടിൽ പൊളിഞ്ഞു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. അതുപോലെ പലരും BJP-ക്ക് വേണ്ടി ആഞ്ഞു പണിയെടുത്ത പലരും ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം ഭയാലുവാണ് എന്നും പേടിച്ചരണ്ടോടി വയനാട്ടിലേക്ക് അഭയം പ്രാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ അമേത്തിയിലെ ജനങ്ങൾ കിഷോരിലാൽ ശർമ്മയെ വിജയിപ്പിച്ചത് 1,67,500 വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ. അതോടുകൂടി അമേത്തിയിൽ നിന്നും എല്ലാം കെട്ടിപ്പറക്കി സ്മൃതി ഇറാനി തൻ്റെ കുടുംബ വീട്ടിലേക്ക് ഓടിയിരിക്കുന്നു. ഇതുപോലെ പലരും നരേന്ദ്രമോദിക്ക് പോലും വാരണാസിയിൽ വിജയിക്കുമോ എന്ന ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുപോലെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഫലം. ഇന്ത്യ മുന്നണി കൃത്യമായി പറയുന്നു, ഞങ്ങൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് അധികാരത്തിലേക്ക് തിരികെ വരും. ഓരോ MP-മാരും ഭരണഘടന ഉയർത്തി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിലൊരു അസ്വാഭാവികതയില്ലേ എന്ന രീതിയിൽ പലർക്കും തോന്നിയേക്കാം. എന്തുകൊണ്ട് ഇത്രയധികം ഭരണഘടനയോട് നിർവ്യാജമായ കൂറും അതുപോലെ തന്നെ അതിൻ്റെ അന്തസ്സും ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷത്തിന് ഇങ്ങനെ BJP നേതൃത്വം നീണ്ട നിര പോലെ നിവർന്നിരിക്കുന്ന പാർലമെൻറ്റിനകത്ത് ഇങ്ങനെ കൃത്യമായി പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം വളരെ ലളിതമാണ്. BJP MP-മാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഭരണഘടനയെ പണാധിപത്യം ഉപയോഗിച്ചും അവരുടെ എല്ലാ രീതിയിലുള്ള ആധിപത്യം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നവരാണ്. അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സമ്മതിക്കാതിരുന്ന രീതി. ശത്രുക്കളെ ED-യെയും മറ്റ് കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് എല്ലാം തനിക്കാക്കാം എന്നുള്ള നരേന്ദ്രമോദിയുടെ അഹംഭാവത്തിന് കൊടുക്കുന്ന മറുപടിയാണിത്. രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് റായ്ബറേലി MP-ആയി സത്യപ്രതിജ്ഞ ചെയ്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയാണ്. പ്രതിപക്ഷം ഭരണപക്ഷമാകും, വളരെ വൈകാതെ കണ്ടോളൂ എന്നുള്ള സൂചന കൂടി നൽകുകയാണ്. സ്പീക്കറുടെ മുഖത്തെ ഈ അവജ്ഞതയും അവഹേളനവും ഒക്കെ വളരെ വൈകാതെ അങ്ങ് പോകും. സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തീപാറുന്ന മത്സരം. പ്രോട്ടേം സ്പീക്കർ സ്ഥാനം BJP നേതാവിന് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യം ഉമ്മത്തി പോലെ എരിഞ്ഞു കയറുമ്പോൾ ഒരു വാശിയേറിയ പോരാട്ടത്തിനു കൂടി തിരിതെളിയിക്കുകയാണ്. അതെ, ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിന്നെ BJP-ക്ക് മുഖം കാണില്ല. മുഖം രക്ഷിക്കാൻ പാടുപെടുകയാണ് BJP. അധികാരം നഷ്ടപ്പെടാതിരിക്കാനുള്ള വെമ്പൽ ആ മുഖത്ത് കൃത്യമായി കാണാം. മോദി ഭയചകിതനായിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു.